കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ കൊച്ചിയിലാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആ ഫോർട്ട് കൊച്ചി വെളിയിലുള്ള നൈറ്റ്സ് യുണൈറ്റഡ് ക്ലബിൻ്റെ ക്രിസ്മസ് ട്രീയുടെ പണികൾ പുരോഗമിക്കുകയാണ്. ഇവിടെ ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ക്രിസ്മസ് ട്രീ ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗത്തിൽ നിന്ന് ഇത് കാണുവാനായിട്ട് കൊച്ചിയിൽ എത്തിച്ചേരുന്ന ദിവസങ്ങളാണ് വരുന്ന ദിവസങ്ങൾ. അതിൻ്റെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരാണ് ഇതിന് പിന്നിലുള്ളത്. ഒരുപാട് ദിവസങ്ങൾ ഉള്ള അധ്വാനമാണ് ഇതിന് പിന്നിലുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സനോജാണ്. നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ, ആ ക്രിസ്മസ് ട്രീയുടെ സംഘാടകരുടെ ഈ നൈറ്റ്സ് യുണൈറ്റഡ് ക്ലബിൻ്റെ പ്രസിഡന്റ് സനോജാണ്. അപ്പോൾ സനോജ് നമ്മൾ ഈ ക്രിസ്മസ് ട്രീ എന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇന്നിപ്പോൾ ആയിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. അപ്പോൾ ഇത് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതായത് നവംബർ ലാസ്റ്റ് വീക്കോട് കൂടിയാണ് ഞങ്ങൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. എന്നാലേ തീരുള്ളത്. അതായത് ഏകദേശം നമ്മുടെ കൂടെയുള്ള ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളൊരു 10-30 പിള്ളേരുടെ ചെറുപ്പക്കാരുടെ കൂട്ടായ പരിശ്രമമാണ് ഈ കാണുന്ന ട്രീ. അത് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ടത് തന്നെ ഇല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാച്ചുറൽ ക്രിസ്മസ് ട്രീ. അതായത് റെക്കോർഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ആളുകളും എല്ലാവരും പറയുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നല്ല നാച്ചുറൽ ക്രിസ്മസ് ട്രീ എന്നുള്ളതാണ്. എല്ലാ വർഷവും ജനങ്ങൾക്ക് നമ്മൾ ഓരോ പുതുമ നൽകേണ്ടതാണ്. കഴിഞ്ഞ വർഷം ചെയ്ത സംഭവങ്ങളെല്ലാം ഞങ്ങൾ ഇപ്രാവശ്യം ജനങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചേക്കണം. ഇതിൻ്റെ ലൈറ്റ് തൊട്ട് ഇതിൽ വരുന്ന ഓരോ എക്യുപ്മെന്റ്സും, അതായത് ഈ ബോളായാലും സ്റ്റാർസ് ആണെങ്കിലും, പിന്നെ ഈ മരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചുറ്റുമുള്ള ഒരു വേര് പോലെ ചെയ്തേക്കുന്നത്. അത് തന്നെ ഞങ്ങൾ ഏകദേശം ഒരു 3 ദിവസം 3 നൈറ്റ് വന്നിട്ടാണ് ചെയ്ത് തീർത്തത്. അതായത് വൈകിട്ട് വർക്കെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു 6:30 മണിക്ക് ഞങ്ങൾ കയറിയിട്ട് 3 ദിവസത്തെ രാത്രി ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം 1 മണിയാവും. അതായത് നമ്മൾ ഈ വർക്ക് എന്തായാലും ചെയ്ത് തീർക്കണമല്ലോ. 25-ാം തീയതി കാണാൻ വരുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇത് റെഡിയാക്കി കൊടുക്കണമല്ലോ. അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. എല്ലാ വർഷവും ഞങ്ങളത് ഫലപ്രദമായിട്ട് ചെയ്തു വരികയുണ്ട്. ഇപ്രാവശ്യവും ചെയ്ത് തീർക്കാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കണ്ടില്ലേ, ഇന്നും ഞങ്ങൾ വർക്കിന്, അതായത് നമ്മളെ ജോലിക്ക് പോകാണ്ട് ഈ ട്രീ അണിയിച്ചൊരുക്കുന്ന തിരക്കാണ്. അപ്പോൾ ഇത്രയും വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഈ സാമ്പത്തികമായിട്ട് ഇതെങ്ങനെ ഇതിന്റെ സമ്പത്ത് എല്ലാം കൈകാര്യം എങ്ങനെ അത് കണ്ടെത്തും? സാമ്പത്തികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് മോസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചുറ്റുവട്ടത്തുള്ള ജനങ്ങളുടെ ഒരു സഹായമുണ്ട്. പിന്നെ നല്ല നല്ല ആൾക്കാരുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾക്കൊരു 10,000-15,000 അങ്ങനെ കൊണ്ടുവന്നിരുന്ന ഓരോരോ ഗ്രൂപ്പുകളുണ്ട്. പിന്നെ എല്ലാത്തിനുമായിട്ട് നിൽക്കുന്ന നമ്മൾ ഈ ചെറുപ്പക്കാരാണ്. അതായത് എന്ത് വന്നു കഴിഞ്ഞാലും എല്ലാ വർഷവും കടകൾ വരാറുണ്ട്. ഈ ക്ലോസ് ചെയ്യുമ്പോൾ കടകളും വരാറുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴാണ് എല്ലാം ചെയ്ത് കൊടുക്കാൻ തീർക്കാവുന്നത്. അത്രയും ഡിലേ ആവാറുണ്ട്. ഇതിന് സർക്കാരിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എന്താണ്? ഇതുവരെയും ഞങ്ങൾക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ എന്താണ് നിങ്ങൾക്ക് കറക്റ്റ് എനിക്ക് അറിയില്ല. അല്ല, ഇത്രയും ഇതിപ്പോ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇത് കാണാൻ വരികയാണ്. കാരണം കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് നമുക്കറിയാം അന്നത്തെ ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണാൻ വരുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ടൂറിസ്റ്റിനെ ആകർഷിക്കുന്ന ഇതിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന്, അല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഫണ്ടിങ് ഒന്നും ഇല്ല? ഇല്ല, ഇതുവരെ വന്നിട്ടൊന്നുമില്ല. നിങ്ങളതൊന്ന് ആലോചിക്കുക. ഇത് സാധാരണ ഒരു ദിവസത്തോ 2 ദിവസത്തെ പരിപാടിയല്ല. ഞങ്ങൾ 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 1-ാം തീയതി വരെയുണ്ട്. ഏകദേശം 8 ദിവസം കൊച്ചി നിശ്ചലമാവുന്ന ഒരു പരിപാടിയാണ് ഞങ്ങൾ ഈ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്കറിയാൻ പറ്റും, 25-ാം തീയതി തൊട്ടിട്ട് ഏകദേശം 1-ാം തീയതി വരെ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ. അത്രയും ജനപ്പെരുപ്പം ഇത് കാണാൻ വേണ്ടി വരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ട്. അതായത് അത്രയും ജനങ്ങളുണ്ട് ഇവിടെ. അപ്പൊ ഞങ്ങള് പല ഇതിലും റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ നടപ്പിൽ വരുത്താൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാഫിക് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
രണ്ടും അല്ലെങ്കിൽ 3 സ്ഥലത്തു നിന്നെല്ലാം വണ്ടി കയറി വരും. അതെ, ഇതൊരു 1 വേ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈമിൽ 25-ാം തീയതി തൊട്ട് ഒരു 1-ാം തീയതി വരെ ഇതൊരു 1 വേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു പരമാവധി നമുക്കത് ഒരു ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോ അവിടെ നിന്നും വരും, ഈ ബീച്ച് റോഡിന്റെ എൻ്റെ നിന്നും വരും, വെളി ജംഗ്ഷനിൽ എല്ലാം വന്നിട്ട് മൊത്തത്തിൽ ബ്ലോക്കായി പോവാണ്. ഓക്കെ. അപ്പൊ ഇത് കാണുന്ന ജനങ്ങള് നമ്മളോടൊന്ന് സഹകരിക്കുക. ഇവിടെ കാണാൻ വരുന്ന ജനങ്ങള് വണ്ടി ഈ ചുറ്റുവട്ടത്തു നിന്ന് കുറച്ച് മാറി പാർക്ക് ചെയ്തുകൊണ്ടിട്ട് നമ്മളോടൊന്ന് സഹകരിക്കുക. അത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഇതില്. പിന്നെ ആ ടൈമിൽ വരുന്ന ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പോലീസുകാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ കാര്യം കൂടി ശ്രദ്ധിക്കണമല്ലോ. ഇത്രയും ഒരു ഏകദേശം ഏറ്റവും കുറഞ്ഞ ഒരു 19,000 ആൾക്കാരുണ്ടാവും. അതെ, ഒരു ടൈമില് അത്രയും നോക്കാൻ വേണ്ടി ഈ നമ്മളും അവരോട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പോലീസുകാർ. ചില ഈ ട്രാഫിക് കൺട്രോളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ എൻ്റെ ഈ ഒരു വോയിസ് ഈ കേൾക്കുന്ന ജനങ്ങളെല്ലാവരും ഒന്ന് ഉൾക്കൊള്ളുക. എത്രയും പെട്ടെന്ന് ഇവിടെ വരുന്ന ആൾക്കാർ വണ്ടി ഈ ചുറ്റുവട്ടത്തു നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഈ ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാൻ പറ്റും. ഒരു പരമാവധി നമുക്കൊന്ന് കുറച്ച് ഒഴിവാക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നാളെ 23-ാം തീയതി 7 മണിക്ക് ഞങ്ങൾ ഈ ട്രീയുടെ സ്റ്റാർലൈറ്റ് സെറമണി എന്നൊരു പരിപാടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ കാണുന്ന ഇപ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ ഈ തോരണമാണ് റോഡിൽ കാണുന്നത്, കാണാൻ പറ്റും. ആ തോരണവും അതിനോട് ചേർന്നിട്ടുള്ള സ്റ്റാർസിന്റെ ലൈറ്റിംഗ് സെറമണിയാണ് നാളെ 23-ാം തീയതി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ സ്റ്റേജിൽ തന്നെ വെച്ചിട്ട് തന്നെ DJ സാവിയുടെ ഒരു പെർഫോമൻസ് ഉണ്ട് ഈ കാണുന്ന സ്റ്റേജിൽ. അവിടെ തുടങ്ങി നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. പിന്നെ 25-ാം തീയതി ഉദ്ഘാടനത്തിന് വിശിഷ്ടാതികളെല്ലാം. ട്രീയുടെ ഉദ്ഘാടനം 25-ാം തീയതി. 25-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ്. ട്രീയുടെ നാളെ അല്ല നാളെ DJ സാവിയോ, അതായത് നമ്മൾ അതാണ് നമ്മൾ സ്റ്റാർലൈറ്റ് സെറമണിയാണ് നാളെ. സ്റ്റാർലൈറ്റ് സെറമണിയാണ് നാളെ. ഓക്കെ. 23-ാം തീയതിയാണ് എല്ലാ വർഷവും ചെയ്യുന്ന പോലെ ഉദ്ഘാടനം നമ്മൾ പ്ലാൻ ചെയ്തു. 25-ാം തീയതി എത്ര മണിക്കാണ്? വൈകിട്ട് 7 മണിക്ക്. 25-ാം തീയതി വൈകിട്ട് 7 മണിക്കാണ് ട്രീയുടെ ലൈറ്റ്സ് ഓൺ സ്വിച്ച് ഉണ്ട്. തുടർന്നുള്ള ദിവസങ്ങൾ ഓരോ കലാപരിപാടികൾ കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. പിന്നെ എന്താന്ന് വെച്ച് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഇത് കാണാൻ വരുന്ന ജനങ്ങള് നമ്മോട് സഹകരിക്കുക, വിജയിപ്പിക്കുക. നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോ പലപ്പോഴും പല ബുദ്ധിമുട്ടുണ്ടായി. ഇത് കാണാൻ വരുന്ന ജനങ്ങള് ഈ തൂങ്ങിക്കിടക്കുന്ന ഈ ബെല്ല്, ബോള് അതിലൊക്കെ ചാടി പിടിക്കാൻ നോക്കും. പിന്നെ ഈ സീരിയസ് സെറ്റ് അതൊക്കെ വലിക്കാൻ നോക്കും. അപ്പൊ വേറൊന്നല്ല, ഒരു സേഫ്റ്റി നിങ്ങൾ ആദ്യം എടുക്കുക. ഇതിൽ വന്ന് എന്തെങ്കിലും ചെന്നത് ഒരു വൈദ്യുതി സംഭവത്തിന്റെ ഇതുള്ളതാണ്. എന്തെങ്കിലും ഷോക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വരുള്ളൂ. അപ്പൊ ഇത് കാണാൻ വരുന്ന ആൾക്കാരെ കണ്ട് ആസ്വദിച്ച് തിരിച്ച് സന്തോഷമായിട്ട് പോവാ. അത്രേ പറയാനുള്ളൂ. മനീഷാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഈ ട്രീ അലങ്കരിക്കുന്ന ട്രീയുടെ കൺവീനറാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ ഇട്ടിരിക്കുന്നത് മനീഷേട്ടാ? നമ്മൾ ഈ പ്രാവശ്യം ഇട്ടേക്കുന്നത് 1.5 ലക്ഷം സീരിയൽ ബൾബ് ഉണ്ട്, 100 ബെൽസ് ഉണ്ട്, 50ഓളം ബോൾസ് ലൈറ്റ് ബോളുകളുണ്ട്. പിന്നെ നാട നമ്മൾ ചുറ്റിയിട്ടുണ്ട്, ഒരു 100 തോരണം അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴി അലങ്കാരം ഈ പ്രാവശ്യം പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. നമ്മളത് 23-ാം തീയതി ഇനോഗ്രേഷൻ നടത്തുന്നുണ്ട്. അതായത് നാളെ വൈകിട്ട് 7 മണിക്ക് നമ്മളെ തോരണം, വഴി അലങ്കാരം, സ്റ്റാറും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നാളെ ഇനോഗ്രേഷനാണ് 7 മണിക്ക്. പിന്നെ നമുക്ക് ഈ പ്രാവശ്യം അത് പുറത്തുനിന്നുള്ള സപ്പോർട്ടുകൾ വളരെ കുറവായിരുന്നു. സ്പോൺസർമാരുടെ സ്ഥിതിക്ക് നമ്മളോട് സഹകരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അടുത്ത കൊല്ലം നമുക്ക് ഇതിനൊരു സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചോളൂ.